മിത്രങ്ങളെ, ഇന്നത്തെ പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. രാവിലെ 10 മണിയായപ്പോഴേക്കും ഉണ്ണിയുടെ വിളി വന്നുകൊണ്ടിരുന്നു. അമ്മാവന്റെ മകനാണ് ഉണ്ണി. അവരുടെ വീടിനടുത്ത് നടക്കുന്ന ഉത്സവം പ്രമാണിച്ചാണ് 10 മണിക്ക് മുന്നേ ചെല്ലാമെന്ന് ഏറ്റതായിരുന്നു ഞാൻ. അതാണ് ആശാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. എടാ മനു, നീ എവിടെയാണ്? ഇതുവരെ ഇറങ്ങിയില്ലേ? ഇറങ്ങി, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിയില്ലെന്നെങ്ങാനും പറഞ്ഞാൽ അവന്റെ വായിലെ തെറി കേൾക്കണമെന്ന് കരുതി ഞാൻ കള്ളം പറഞ്ഞു. ഫോൺ എടുത്ത് ഒന്നുകൂടി ലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിച്ചു. കുറച്ചു നേരമായി ട്രൈ ചെയ്യുന്നു. അവസാനം റിങ് ആകാറായപ്പോഴേക്കും മറുതലയ്ക്ക് കോൾ എടുത്തു. ഹലോ, എന്താ മനുവേട്ടാ? ഞാൻ ഡ്യൂട്ടിയിലാണെന്നറിയില്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. ഇത്രയും സമയം നീ എവിടെ പോയി കിടക്കുമായിരുന്നടി എന്ന ചോദ്യം അവൻ അത് കേട്ടതോടെ അപ്പാടെ വിഴുങ്ങി. രണ്ടാളും കലിപ്പായാലല്ലേ ഉള്ളൂ പ്രശ്നം. തൽക്കാലം ഇപ്പോൾ കുറച്ചൊന്ന് ഒതുങ്ങാം. ആവശ്യം തന്റെ ആയി പോയില്ലേ? അതല്ല തമ്പുരാട്ടി, ഉണ്ണി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയും ചിന്നുവും വരുന്നില്ലെന്ന് പറഞ്ഞു. അവൾക്ക് നാളെ എക്സാം ആണ്. ഞാൻ കുറച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. പിന്നെ അവിടുത്തെ തിരക്കിനും ബഹളത്തിനും ഇടയിൽ തമ്പുരാട്ടിയോട് സംസാരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇനി അതിനും പിണങ്ങിയാലോ എന്ന് പേടിച്ചാണ് അനുവാദം വാങ്ങിയിട്ട് പോകാമെന്ന് കരുതിയത്. മറുതലക്കിൽ നിന്ന് കേട്ട അടക്കിപ്പിടിച്ച ചിരിയിൽ നിന്ന് അവളുടെ ദേഷ്യം അലിഞ്ഞില്ലാതായെന്നവന് വ്യക്തമായി. ഇവിടെ തലയ്ക്ക് വട്ടുപിടിച്ച് മനസ്സിൽ ആ MD അച്ഛനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനുവേട്ടൻ വിളിച്ചത്. അതാ ഞാൻ ദേഷ്യപ്പെട്ടത്. സോറി. എന്തായാലും പോയി വാ. അതും പറഞ്ഞവൾ ഫോൺ വെച്ചു. ബൈക്ക് എടുത്ത് തിരക്കിനിടയിൽ തിക്കി പോകാനുള്ള മടി കൊണ്ടാണ് ബസ്സിന് പോകാമെന്ന തീരുമാനത്തിലെത്തിയത്. അതാകുമ്പോൾ വെറുതെ കയറി ഇരുന്നാൽ മതിയല്ലോ. ആരെ തട്ടിമറിച്ചിട്ടിട്ടാണെങ്കിലും അവർ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചോളൂ. അങ്ങനെ ബസ് കയറി 30 മിനിറ്റത്തെ യാത്രയ്ക്കൊടുവിൽ മനു സ്ഥലത്തെത്തി. ബസ് ഇറങ്ങി നേരെ ഉത്സവപ്പറമ്പിലേക്ക് ചെന്നു. നിറയെ ജനം തടിച്ചു കൂടിയിരുന്നു. എങ്കിലും അവനെ കണ്ടതും ഉണ്ണി ഓടി വന്നു. എന്താടാ, ഇപ്പോഴാണോ നിനക്ക് നേരം വെളുത്തത്? അമ്പലപ്പുറമ്പായി പോയി. ഇല്ലെങ്കിൽ എന്റെ വായിലിരിക്കുന്നത് കേട്ടേനെ. അല്ലടാ, ബൈക്ക് എടുത്തില്ല, ബസ്സിലാണ് വന്നത്. വഴിയിലാണെങ്കിൽ നിറയെ ബ്ലോക്കും. അവൻ തടിയൂരി. അവിടുത്തെ ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ പരസ്പരം കേൾക്കുവാനായി ഇരുവരും ഉറക്കെയാണ് സംസാരിച്ചത്. അമ്മാവനില്ലേ ഇവിടെ? ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് മനു തിരക്കി. ഉണ്ടുണ്ട്, സീനിയർ കമ്മിറ്റി മെമ്പർ അല്ലേ, അതിന്റെ ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഏതായാലും വാ, നമുക്കൊന്ന് വീട് വരെ പോയിട്ട് വരാം. അതും പറഞ്ഞ് അവൻ ബൈക്ക് സ്റ്റാർട്ടാക്കി. എന്താ മോനെ, ദേവകിയേട്ടത്തിയും ചിന്നുമോളും വരാതിരുന്നത്? എത്ര നാളായി അവരെ ഒന്ന് കണ്ടിട്ട്. ഈ വഴിയൊക്കെ മറന്നോ അവർ? അവനെ കണ്ടതും അവർ പരിഭവങ്ങളുടെ കെട്ടഴിച്ചു. ഇല്ലമ്മായി, ചിന്നുവിന് പരീക്ഷയാണ്. അതാണ് അമ്മയും അവൾക്കൊപ്പം വരാതിരുന്നത്. നിങ്ങളിങ്ങനെ വിശേഷവും ചോദിച്ചുകൊണ്ട് നിൽക്കാതെ അവനെന്തെങ്കിലും കുടിക്കാൻ കൊടുക്കമ്മേ. ഞാൻ ഈ ഷർട്ടൊന്ന് മാറിയിട്ട് വരാം. അതും പറഞ്ഞ് അവൻ അകത്തേക്ക് പോയി. നല്ല ചൂടായതുകൊണ്ട് തന്നെ ചായ എടുക്കേണ്ടതെന്ന് അമ്മായിയോട് പ്രത്യേകം പറഞ്ഞു വിട്ടു. അതുപ്രകാരം അമ്മായി കൊണ്ടുവന്നു വന്ന പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം അരച്ചു ചേർത്ത നല്ല ഉഗ്രൻ സംഭാരം അകത്തി ചെന്നപ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ തണുത്തു. കുറെ സമയം അവിടെ സമയം ചെലവഴിച്ചു. ഒരുപാട് നാൾ കൂടിയല്ലേ അവരെയൊക്കെ കാണുന്നത്. എല്ലാവർക്കും പങ്കുവെക്കാൻ വിശേഷങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. നീ വാടാമനു, നമുക്കൊന്ന് പാടത്തേക്ക് ഇറങ്ങാം. പട്ട വെട്ടാൻ ആളുകൾ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതും പറഞ്ഞ് ഉണ്ണി മനുവിനെയും കൂട്ടി പാടത്തേക്ക് പോയി. സമയം ഉച്ച തിരിഞ്ഞത് കൊണ്ട് തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു. അവനത് വേണ്ടുവോളം ആസ്വദിച്ചു. എടാ മനു, നീ ഇവിടെ ഇരിക്കെ, ഞാൻ ഇപ്പോൾ വരാം. എന്തോ മറന്നുപോയി എന്ന ഭാവത്തിൽ പാടത്തെ വരമ്പിൽ ആരും വരാത്തവരിടത്ത് ഉണ്ണി മനുവിനെ ഇരുത്തി ധൃതിയിൽ നടന്നുപോയി. അവിടെ ഇരുന്നാൽ പട്ട വെട്ടുന്നത് കാണാം. അവൻ അതും നോക്കി വെറുതെ ഇരുന്നു. 10 മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ണി തിരികെ വന്നു. കയ്യിലൊരു മദ്യക്കുപ്പിയും കരുതിയിരുന്നു. ഇതിനാണോടാ നീ ഈ ഓടിക്കതച്ചു പോയത്? അതെ, നീ ഒഴിക്കടാ. ഉണ്ണി 2 ഗ്ലാസ് എടുത്തുകൊണ്ട് പറഞ്ഞു. അയ്യോ, ഞാൻ കഴിക്കുന്നില്ല. കുറച്ചു നാളായി ഇതെല്ലാം നിർത്തിവെച്ചിട്ട്. അവൻ ഒഴിഞ്ഞു മാറാൻ ശ്രമം നടത്തി. തൽക്കാലം നിർത്തിവെച്ചതല്ലേ ഉള്ളൂ, പൂർണ്ണമായും ഒഴിവാക്കുമൊന്നുമില്ലല്ലോ നീ. എന്തു പറഞ്ഞിട്ടും കാര്യമില്ല മോനെ. എത്ര നാളുകൾക്ക് ശേഷമാണ് നമ്മളൊന്ന് കൂടുന്നത്. ആ പഴയ ഓർമ്മകളൊക്കെ നമുക്കൊന്ന് പുതുക്കണ്ടേ? ഇന്ന് നീ കഴിച്ചേ പറ്റൂ. നീ കുപ്പി പൊട്ടിക്ക്. അപ്പോഴേക്കും ഞാൻ 2 കരിക്ക് സംഘടിപ്പിച്ചിട്ട് വരാം. അതും പറഞ്ഞ് ഉണ്ണി അവിടെ നിന്ന് പോയതും അവൻ ഫോൺ എടുത്ത് ലച്ചുവിന്റെ നമ്പർ ഡയൽ ചെയ്തു. 2-3 വട്ടം വിളിച്ചു നോക്കിയെങ്കിലും അവൾ കോൾ അറ്റൻഡ് ചെയ്തില്ല. അപ്പോഴേക്കും കരിക്കുമായി ഉണ്ണി തിരികെ എത്തി. അല്ല, നീ ഇതുവരെ കുപ്പി പൊട്ടിച്ചില്ലേ? കുറെ നേരം ആയല്ലോ ഫോണും ചെവിയിൽ വെച്ചിരിക്കുന്നു. എന്താടാ? ലച്ചുവിനെ വിളിച്ചു നോക്കിയാടാ. അതെന്തിനാ ഇപ്പോ അവളെ വിളിക്കുന്നത്? അവൻ നെറ്റി ചുളിച്ചു. കഴിക്കുന്ന കാര്യം അവളോടൊന്ന് പറയാനാണ്. പറയാതെ കഴിക്കില്ലെന്ന് ഞാൻ വാക്ക് കൊടുത്തു പോയി. നാണമില്ലേടാ നിനക്ക്? പെണ്ണിന്റെ സമ്മതം വാങ്ങി എല്ലാം ചെയ്യുന്ന, അതും വിവാഹം കഴിക്കുന്നതിന് മുന്നേ തന്നെ. അവൻ പുച്ഛഭാവത്തോടെ പറഞ്ഞു.
അതുകൊണ്ടല്ലടാ, അവൾക്ക് പുകവലിയും മദ്യപാനവും ഒന്നും ഇഷ്ടമല്ല. അച്ഛന്റെ മദ്യപാനം കാരണം ചെറുപ്പത്തിലെ തന്നെ അവൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഒടുവിൽ ഈ മദ്യപാനം കൊണ്ട് തന്നെയാണ് അവളുടെ അച്ഛൻ നേരത്തെ പോയത് തന്നെ. അതുകൊണ്ട് ഞാൻ കഴിക്കുന്നതും അവൾക്ക് ഇഷ്ടമല്ല. എങ്കിലും ഞാൻ വല്ലപ്പോഴും ചോദിക്കുമ്പോഴൊക്കെ അവൾ സമ്മതിക്കാറുണ്ട്. അത് വിട്, നീ ഇപ്പോൾ കഴിച്ചാലും അവൾ അറിയാൻ പോകുന്നില്ലല്ലോ. പിന്നെന്താ പ്രശ്നം? നീ ഇപ്പോൾ ഇതങ്ങ് പിടിച്ചേ. അവൾ വിളിച്ചാൽ കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ മതി. മറ്റു നിവൃത്തിയില്ലാതെ ഉണ്ണിയുടെ നിർബന്ധത്തിന് വഴങ്ങി രണ്ടാമത്തെ പെക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലച്ചു തിരിച്ചു വിളിച്ചത്. എന്താ മനുവേട്ട, അവിടെ ചെന്നാൽ വിളിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അമ്പലപ്പറമ്പിൽ പോയില്ലേ? ലച്ചു, ഉണ്ണി എന്നെയും കൂട്ടി വീട്ടിലേക്ക് വന്നു. ഒരുപാട് നാളായില്ലേ ഒന്ന് കൂടിയിട്ട്. അവൻ കഴിക്കാൻ നിർബന്ധിക്കുന്നു. വല്ലപ്പോഴും ഒരിക്കലല്ലേ, അതാണ് നിന്നെ വിളിച്ചത്. ഞാൻ 2 എണ്ണം കഴിച്ചോട്ടെ? അവൻ നിഷ്കളങ്കമായി ചോദിച്ചു. അതെനിക്ക് ആ വിളി കണ്ടപ്പോഴേ തോന്നി. അല്ല, എത്ര എണ്ണമാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്? ഓ, വെറും 2 എണ്ണം. അത് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല. അവൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം. അപ്പോൾ മനുവേട്ട, ആ വയറ്റിൽ ചെന്നതിന്റെ എണ്ണം ഏത് കണക്കിൽ പെടുത്തണം? ദൈവമേ, പെട്ട്. എത്ര പിടിച്ചു നിന്നാലും ഫോണിലൂടെ പോലും അവൾ എങ്ങനെ കൃത്യമായി ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് മാത്രം ഇതുവരെ മനസ്സിലായിട്ടില്ല. സോറി ലച്ചു, നിന്നെ വിളിച്ചിട്ട് കിട്ടാത്തപ്പോൾ ഞാൻ 2 എണ്ണം കഴിച്ചു. കുറ്റവാളിയെ പോലെ അവൻ തെറ്റ് ഏറ്റു പറഞ്ഞു. അവൾ കുറച്ചു സമയത്തേക്കൊന്നും മിണ്ടിയില്ല. എന്താ ലച്ചു, കരയുകയാണോ? നിങ്ങൾ കുടിച്ച് നിങ്ങളുടെ ആരോഗ്യം നശിക്കുന്നതിന് ഞാൻ എന്തിനാ മനുഷ്യ കരയുന്നത്? ഇനി ഇങ്ങനെ കഴിച്ച് ആരോഗ്യം നശിപ്പിച്ച് ഈ പ്രായത്തിലെ കിളവനായി നടക്കാനാണെങ്കിൽ സത്യമായിട്ടും മനുവേട്ട, ഞാൻ വേറെ നല്ല ചെറുക്കനെയും കെട്ടി പോവും, പറഞ്ഞേക്കാം. എന്നാൽ പിന്നെ അതിന്റെ പേരും പറഞ്ഞ് ഞാൻ 2 എണ്ണം കൂടുതൽ അടിക്കും. ഒരുപാടങ്ങ് തമാശിക്കാതെ മനുവേട്ട, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കുടിച്ചതിന്റെ ഒക്കെ കെട്ടിറങ്ങിയിട്ട് തൽക്കാലം എന്നെ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് മദ്യമാണോ ഞാനാണോ വലുതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അവൾ രണ്ടും കൽപ്പിച്ച് എന്ന പോലെ പറഞ്ഞു. അതിന് കെട്ടിറങ്ങാൻ പോയിട്ട് തലയ്ക്ക് പിടിക്കാൻ പോലും ഒന്നും ആയില്ലല്ലോ കുരിപ്പേ. നിങ്ങൾക്ക് ഞാനിപ്പോൾ കുരിപ്പായല്ലേ? ഈ കിളവനെ പ്രേമിച്ച എന്നെ വേണം പറയാൻ. തമാശയിലൂടെ ആ ഫോൺ സംഭാഷണം അവസാനിച്ചുവെങ്കിലും അവന്റെ മനസ്സിൽ എവിടെയോ ഒരു കുറ്റബോധം നിറഞ്ഞു നിന്നു. വീണ്ടും ഗ്ലാസ്സിലേക്ക് മദ്യം പേർന്ന ഉണ്ണിയെ അവൻ തടഞ്ഞു. വേണ്ടടാ ഉണ്ണി, നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ 2 എണ്ണം കഴിച്ചില്ലേ? ഇനി വേണ്ട, നീ കഴിക്കും, ഞാൻ കൂട്ടിരിക്കാം. ഇങ്ങനെ ആണുങ്ങളുടെ വില കളയാതെടാ മനു. പെണ്ണ് വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞപ്പോഴേക്കും അവന്റെ മുട്ടു വിറയ്ക്കുന്നു. മോശം. അങ്ങനെ പറയാതെടാ ഉണ്ണി. അവൾ എനിക്ക് വെറും ഒരു പെണ്ണു മാത്രമായിരുന്നുവെങ്കിൽ അവളുടെ വാക്കിന് വില നൽകേണ്ട യാതൊരു കാര്യവും എനിക്കില്ലായിരുന്നു. ഇഷ്ടം പോലെ കുടിക്കാം, കൂത്താടാം. നിനക്കറിയാലോ ഉണ്ണി, കൈവിട്ടുപോയ ജീവിതത്തിൽ നിന്നും എന്നെ തിരികെ കൊണ്ടുവന്നത് അവളാണ്. അവൾ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഒരുപക്ഷെ ഞാൻ എല്ലാവരുടെയും മുന്നിൽ ഒന്നുമല്ലാതെ നിൽക്കേണ്ടി വന്നേനെ. എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചവളാണ് ലച്ചു. അവളുടെ ജീവിതാനുഭവങ്ങളാണ് മദ്യത്തോട് അവൾക്ക് ഇത്ര വെറുപ്പുണ്ടാക്കിയെടുത്തത്. എന്റെ ഭാര്യ എങ്ങനെയായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അതുപോലെ തന്നെ തന്റെ ഭർത്താവാകാൻ പോകുന്ന ആളെപ്പറ്റിയും അവൾക്ക് സങ്കല്പങ്ങൾ ഉണ്ടാകില്ലേ? ഞാൻ എന്നും ആരോഗ്യത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവൾ ഇത്ര വാശി പിടിക്കുന്നത്. അല്ലാതെ ഇത് ഒരിക്കലും ഭരണമല്ലടാ. ഇത്രയൊക്കെ എന്നെ സ്നേഹിക്കുന്ന അവളെ എങ്ങനെയാണ് ഞാൻ കണ്ടില്ലെന്ന് നടിക്കേണ്ടത്? മനു, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല. അവളെ എനിക്കറിയാലോ. നിന്നെ അവൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും അറിയാം. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാടാ, സോറി. കുറച്ചു സമയം കൂടി അവിടെ ചെലവഴിച്ച് തിരികെ പോരാൻ നേരമാണ് ലച്ചുവിന്റെ ഫോൺ കോൾ വീണ്ടും വന്നത്. ഇന്നുകൂടെ ഞാൻ പെർമിഷൻ തരാം. ഇത് ലാസ്റ്റ് ആണ് കേട്ടോ മനുവേട്ട. ഇനി കള്ളു കുടിക്കാൻ എന്നും പറഞ്ഞ് എന്നെ വിളിക്കണ്ട. പിന്നെ ഇതിന്റെ പേരിൽ ഇനി മൂഡ് ഓഫ് ആയി അവരുടെ കൂടി സന്തോഷം കളയണ്ട. എൻജോയ് ചെയ്തിട്ട് മെല്ലെ വന്നാൽ മതി. ഇനി ഇതുപോലെ ആവർത്തിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ വേറെ കെട്ടുമേ. ആ ഫോൺ കട്ടായതും അവൻ എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. ഒരേ സമയം തന്നെ കുടിക്കേണ്ട എന്നും കുടിക്കെന്നും പറയുന്ന ഒരു പാവം പൊട്ടിപ്പെണ്ണ്, തന്നെ അത്രയേറെ സ്നേഹിക്കുന്ന തന്റെ മാത്രം പൊട്ടിപ്പെണ്ണ്. അവന്റെ ചുണ്ടിൽ അറിയാതെ തന്നെ ഒരു പുഞ്ചിരി വിടർന്നു.